കണ്ണു പൂട്ടി തുറക്കുമ്പോൾ ഇതാ അടുത്ത ഈദും കൂടി വന്നെത്തിയിട്ടാ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ദിവസങ്ങളും മാസങ്ങളൊക്കെ എന്ത് ഫാസ്റ്റായിട്ടാണല്ലോ പോകുന്നത്. ഇപ്രാവശ്യത്തെ ഇതിന് അത്ര വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളെ നാട്ടിലുള്ള പോലെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും ഫാമിലിയും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഉമ്മാനെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഉമ്മ രാവിലെ എണീച്ചിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും, ബിരിയാണിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്യലുണ്ട്, എന്നാലും വലിയ വലിയ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. പിന്നെ ഇതേപോലെ മൈലാഞ്ചി ഇട്ടിട്ട് കൈയൊക്കെ നശിപ്പിക്കാൻ ഇങ്ങൾക്കറിയാമോ? എന്നാൽ എനിക്കറിയാം. ഒന്നും അറിയില്ലെങ്കിലും ഒന്നും വിട്ടുകൊടുക്കൂല കേട്ടാ. എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. നാട്ടിലൊരു പണിയെടുക്കാണ്ട് കുത്തിയിരിക്കുന്ന ഞാനാണ് ഇവിടെ വന്നിട്ട് ഈ പണിയൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിലും മട്ടൻ കറി. ആൾ പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കും നമ്മുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉച്ചക്കേക്കുള്ള ഫുഡും കാര്യങ്ങളും അത് ഞാൻ നോക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഹസ്ബൻഡ് നന്നായിട്ട് കുക്ക് ചെയ്യും, നല്ലപോലെ ബിരിയാണി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യത്തിൽ ഇടപെടാറേ ഇല്ല കേട്ടോ. അപ്പം നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അടുത്തുള്ള വക്രയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാനാണ് പ്ലാന്. അങ്ങനെ അവിടുന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.